ചാറ്റിലെ മിഥുനാണ് ന്യൂയോർക്കിൽ നിന്ന്. ടോപ്പിക് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലെബനൻ ബെയ്റൂട്ടിലും ഗാസയിലും ഹമാസിൻ്റെ ഒഫീഷ്യൽസ് പറയുന്നത് ഈ പീസ് ടോക്ക്, അതായത് പീസ് അക്കോർഡ് വന്ന ശേഷം 350 പരം ഹമാസുമായിട്ടും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ടവർ കൊല്ലപ്പെട്ടു എന്ന്. വേണമെങ്കിൽ ഒരു ഭാഗത്ത് പറയുകയാണെങ്കിൽ സീസ് ഫയർ ബ്രേക്ക് ആണെന്ന് വയലേറ്റ് ചെയ്തെന്ന് പറയാം. ഇപ്പുറത്ത് ലെബനനിൽ ഹിസ്ബുള്ള റീഗ്രൂപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഹിസ്ബുള്ളയുടെ സീനിയർ ആയിട്ടുള്ള കമാൻഡർ അയാളെ കൊന്നു. ഏകദേശം 6ഓളം പേരാണ് കൊല്ലപ്പെടുന്നത്. എയർ സ്ട്രൈക്ക് ആയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇതെത്താൻ കണ്ടിട്ട് ഏത് രീതിയിലുള്ള അഭിപ്രായമാണ് താങ്കൾ? അറിവ് സീസ് ഫയർ, അതായത് ഹിസ്ബുള്ളയും ഇസ്രായേലും സീസ് ഫയർ ഉണ്ട്, നിലവിൽ വന്നിട്ട് വർഷങ്ങളായിട്ടുണ്ട്. ഇസ്രായേലിന്റെ രീതി എന്ന് പറയുന്നത് സീസ് ഫയർ എന്ന് പറഞ്ഞാൽ നിർത്തി അടിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, നിർത്തുക, വീണ്ടും റീഗ്രൂപ്പ് ചെയ്യാൻ ശ്രമിക്കുക, അടിക്കുക. അപ്പം കാര്യം എന്ന് പറയുമ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്നത് റീഗ്രൂപ്പ് ചെയ്യാൻ അത് മനസ്സിലായിരിക്കുന്നത്. കാരണം അവർക്ക് ഹിസ്ബുള്ള ചെറിയൊരു തലവേദന തന്നെയാണ് അവർ മൂലയ്ക്ക് എന്ന് പറയുന്നത്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഹമാസിനെ പോലെ അവിടെ ജനങ്ങളുടെ വലിയ കാര്യമല്ല, പിന്തുണയൊന്നുമില്ല, സർക്കാരിന്റെ പിന്തുണയൊന്നുമില്ല. സർക്കാരിന് ഒരു തലവേദനയാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അപ്പൊ ഹിസ്ബുള്ള അവർ മനസ്സിലാക്കിയിരിക്കാനൊക്കെ ആയിട്ട് കുറെ മാസങ്ങളായിട്ട് റീഗ്രൂപ്പിംഗ്. അപ്പോൾ ഇസ്രായേലിന്റെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്. അതായത് രണ്ടാം നിര നേതാക്കന്മാരെല്ലാം ഒഴിവാക്കുക. ആ പടയാളികൾ, ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ ഒരു തരത്തിലുമുള്ള വിഷൻ ഇല്ലാതെ മുന്നോട്ട് പോകുക. അതായത് കഴിഞ്ഞ മാസം എന്ന് പറയുന്നത് ഏകദേശം 18ഓളം അവരുടെ ജില്ലാ നേതാക്കന്മാർ ഇല്ലാതാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. ഓക്കെ, പ്രിസിഷൻ അറ്റാക്ക് നമ്മൾ കണ്ടതാണ്. ഇസ്രായേലിന്റെ സ്ട്രാറ്റജീസ് വെരി സിമിലർ ടു പണ്ടെന്ന് പറയുന്നത് ഒരുപാട് F-35 കൊണ്ടുവന്നു പിന്നെ ഡിസ്ട്രക്ഷൻ. ആ ഡിസ്ട്രക്ഷൻ വരുമ്പോൾ ലോകം മുഴുവൻ എന്ന് പറയുന്ന വലിയൊരു ഇസ്രായേലിലേക്ക് ഇൻതിഫാദ അല്ലെങ്കിൽ ആന്റി ജൂയിഷ് പ്രൊട്ടസ്റ്റ്, അതിലേക്ക് ആ രീതിയിലേക്ക് പോകണ്ട എന്ന് അമേരിക്ക പറഞ്ഞിരിക്കുകയാണ്. അമേരിക്ക വ്യക്തമൊക്കെ ഇൻഫർമേഷൻ കൊടുത്തു. പ്രിസിഷൻ അറ്റാക്ക് മാത്രം, നിങ്ങൾക്ക് വേണ്ട ആളുകളെ ടാർഗറ്റ് ചെയ്യുക. അതല്ലാതെ ഒരുപാട് ജനവാസ കേന്ദ്രങ്ങളിൽ പോയിട്ട് ബോംബിട്ടുകൊണ്ട് ഓക്കെ തലയ്ക്ക് അടിക്കുക. അതായത് ഹിസ്ബുള്ളയുടെ സോഴ്സ്, അതായത് ഇപ്പോൾ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചേഞ്ചസ് ആണ് സാർ നമ്മൾ സംസാരിച്ചതാണ് അസാദിന്റെ മാറ്റിയത് അല്ലെ. ജുലാനിയെ കൊണ്ടുവന്നിരിക്കുന്ന ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന് വലിയൊരു തീരുമാനമാണ്. ജുലാനി ഒരു പക്ഷെ എന്തോ ആയിക്കോട്ടെ, അൽഖ്വയ്ദ, ഐസിസ് ട്രംപ് കെയർ ചെയ്യുന്നില്ല. ട്രംപ് പറയുന്നത് ഈ നിമിഷം യു വില്ലിംഗ് ടു വർക്ക് ഫോർ മീ, ആണോ അല്ലയോ, അങ്ങനെ കൂടെ പോലെ. ആ ചെയ്തോടെ ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ ഒരു കിന്തിയും കിട്ടുന്നില്ല, പണവും ഇല്ല, ആയുധമില്ല. സിറിയയിൽ കൂടിയായിരുന്നു കടവും തരുന്നത്. അതായത് ഇറാഖ്, സിറിയ നല്ലൊരു സേഫ് റൂട്ടായിരുന്നു അവർക്ക് ഇറാന് ആയുധങ്ങൾ കൊണ്ടുവരാൻ. അതേപോലെ ഹൂത്തികളുടെ വെപ്പൺസ് നിന്നു. അത് പറയുമ്പോൾ ഞാൻ പറയാം, ഇവരെല്ലാം സിങ്ക് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഹൂതികളും ഹിസ്ബുള്ളയും ഹമാസും വർക്കിംഗ് സിങ്ക്. സിങ്ക് എന്ന് ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇവർ ആയുധങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സ്പെയർ പാർട്ട് ഷെയർ ചെയ്യും, മിസൈൽ ടെക്നോളജി. രണ്ടാമെന്ന് പറയുന്ന ഒരു ഇന്റൽ ഷെയർ ചെയ്യും, എവിടെയാണ് ഏത് മൂലയ്ക്ക് അടിക്കുന്നത് ഷെയർ ചെയ്യും. മൂന്നാമെന്ന് പറയുന്ന ആളുകൾ ഷെയർ ചെയ്യും. ഇവർ മൂന്നും ഒരു സിങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. പണം എല്ലാം ഷെയർ ചെയ്യുന്നവരെ ആ ഒരു സിങ്ക്, ആ ഒരു കട്ടാവ് ഇസ്രായേൽ ഒഴിവാക്കി. ഇപ്പൊ എല്ലാവരും വർക്ക് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ആണ്. കാരണം അവർക്ക് അവരുടെ കാര്യങ്ങൾ. കാരണം ഹമാസ് പറയുകയാണ്, എന്റെ പൊന്നു മോനെ, ഇവിടെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് വർഷങ്ങളുണ്ട്. കാരണം അവരുടെ കമ്മ്യൂണിക്കേഷൻ പണത്തിന്റെ ഫ്ലോ കട്ട് ചെയ്തിരിക്കുകയാണ്, ഡ്രൈ ആക്കി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ള ഇപ്പൊ അവരുടെ രണ്ടാം തരം നേതാവ് തത്തമിയോ ഇന്നലെ ഒരു ജനവാസിക ഒളിച്ചിരിക്കുകയാണ്, ഏതോ ഹോസ്പിറ്റലിൽ പമ്മിയിരിക്കുകയായിരുന്നു. അവിടെ പ്രിസിഷൻ അറ്റാക്ക്. അപ്പോൾ പറഞ്ഞു വരുന്ന വെച്ചാല് തിരിച്ചടിക്കാനായിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് കേരളത്തിൽ തിരിച്ചടിക്കും. എന്ത് കിണ്ടി വെച്ച് അടിക്കുന്നേ? ഒന്നും എന്നെ അടിക്കാനായിട്ട് ആയുധങ്ങൾ പോലും വരുന്നില്ല. കാരണം 1 ബില്യനാണ് കഴിഞ്ഞ ആഴ്ച അസാദ് ജുലാനി പിടിച്ചെടുത്ത് അമേരിക്ക കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് നാശത്തിലേക്കുള്ള പോക്കാണ്. ഇസ്രായേലിന് അമേരിക്കനെ കളി എന്ന് പറയുന്നത് മാറ്റി ചിന്തിച്ചിരിക്കുകയാണ്. ഫോഴ്സിൽ പോയി പിടിക്കുക, നമുക്ക് ഇറാനിലേക്ക് പിന്നെ വരാം. ഇതാണ് സാർ. അല്ല, ഇത് അതേപോലെ തന്നെ ഈ തെക്കൻ ലെബനൻ ആണെങ്കിലും ഇസ്രായേലുമായിട്ട് ചേർന്ന് ഗോലൻ ഹൈറ്റ്സ് ഉൾപ്പെടെയുള്ള സിറിയയുടെ പാർട്ടാണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ടും ബഫർ സോണായിട്ട് ഇസ്രായേൽ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. അതായത് ഒരു ബഫർ സോൺ. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇൻ ഫ്യൂച്ചറിൽ പോലും അത് ഇസ്രായേലിന്റെ പാർട്ടായിട്ട് പോകും. സാറ് പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഓരോ യുദ്ധം കഴിയുന്നവരും ഇസ്രായേലിന്റെ സ്പേസ് കൂടുകയാണ്. ഇപ്പം ആ യെല്ലോ ലൈൻ ഇപ്പം അവരുടെ ഭാഗമായി മാറി, ഗോലാൻ കയറ്റി വെക്കുന്നവർ അവരുടെ ഭാഗമായി മാറി, ലെബനോന്റെ ഒരു ഭാഗമായി മാറി. അപ്പൊ സാറ് പറയുന്നത് അവരങ്ങനെ എക്സ്പാൻഷനാണ് അവരുടെ ഡൈനാസ്റ്റിയിലെ ഗ്രേറ്റ് ഇസ്രായേൽ. അതെ, സാറ് തോന്നുന്നുണ്ട് ഗ്രേറ്റ് ഇസ്രായേൽ വരുമെന്ന്. ഇല്ല, നാച്ചുറലി അത് വരുന്ന രീതിയാണ്. കാരണം ഈ പൊട്ടന്മാർ ഓരോ വിഡ്ഢിത്തരം കാണിക്കുമ്പോൾ ഏതൊക്കെ വാർ കഴിയുമ്പോൾ
ഇസ്രായേലിൻ്റെ എക്സ്പാൻഷനാണ് ഉണ്ടായിട്ടുള്ള ചരിത്രം മുഴുവനും നോക്കിയാൽ 1964 മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കുക. അതെ ഏതൊക്കെ ചെറുതും വലുതുമായിട്ട് എന്തൊക്കെ വാർ നടന്നാലും അവിടെയൊക്കെ ഇസ്രായേൽ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം വെസ്റ്റ് ബാങ്കിലെ സെറ്റിലേഴ്സ് അവിടെ പാലസ്തീനികളായിട്ട് വലിയ പ്രശ്നങ്ങളാണ്. ആര് പറയുന്നില്ല, കാരണം മീഡിയ പോലും ഇപ്പൊ ഒന്നുമില്ല, കേരളമാരെങ്കിലും പോലും എന്താ പറയുന്ന ഒന്നുമില്ല, അവർക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയാണ് ഇല്ലേ? അല്ലെങ്കിൽ വൈകുന്നേരം 7 മണിയാകുമ്പോഴേക്കും 11 വരുന്നേരം കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് അവിടെ തൊട്ട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പൊ എന്ത് ചെയ്തു എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന് ഏത് ഡെസ്കാണ് അദ്ദേഹത്തിന് ഡെസ്ക് കൊടുത്തിരിക്കുകയായിരുന്നു ചാനലില്, സ്പെഷ്യൽ ഡെസ്ക്, ഇന്റർനാഷണൽ ഡെസ്ക്. അദ്ദേഹം രാവിലെ ഒരു 7 മണിക്ക് വരും. അദ്ദേഹം എന്ത് പഠിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോയിന്റ് എന്ന് പറയുന്നത് നിശബ്ദമായ രീതിയിലാണ് ഇസ്രായേലിന്റെ അമേരിക്കനും കളി എന്ന് പറയുന്നത്. പ്രിസിഷൻ അറ്റാക്സ്, അതോടൊപ്പം തന്നെ സോഴ്സ് ഫണ്ട് ബൈ ചെയ്യുക, ലോജിസ്റ്റിക്സ് റൂട്ടുകൾ എക്സ്പെൻസീവ് മാറുകയാണ് സാറേ. ഇറാന് സാധനം എത്തിക്കണമെങ്കിൽ ഡബിൾ എമൗണ്ട് ഓഫ് പണം കൊടുക്കണം. കാരണം ഇതെല്ലാം പല വഴിമാറി പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് ഈ ആയുധക്കടത്തുകാർക്ക് ഡബിൾ ഇരട്ടി കൊടുത്തിട്ടാണ് എന്തെങ്കിലും എത്തിക്കാൻ പറ്റൂ. കാരണം മിസൈൽസിന്റെ സൈലന്റ് ഡ്രോൺ ആയത്. അല്ല സാർ ഇത് എത്രമാത്രം അല്ല എൻ്റെ ഒരു കാൽക്കുലേഷൻ അതല്ല. ഇറാൻ ബേസിക്കലി ഡ്രൈ ആയിപ്പോയി. കാരണം ഈ 18 ദിവസ വാറിനകത്ത് ഇറാൻ്റെ മിസൈൽ ഫാക്ടറി മുഴുവൻ തീർന്നു. അതേപോലെ തന്നെ അവർ ഏതൊക്കെ രീതിയിൽ കെമിക്കൽസ്, എക്യുപ്മെൻസും മറ്റുള്ള സാധനങ്ങൾ ചൈനയിൽ നിന്ന് കൊണ്ടുവരുന്ന പോർട്ടുകളുണ്ട്. ആ പോർട്ടിൽ ഇറക്കി അപ്പം ബ്ലാസ്റ്റാണ്. അപ്പൊ സാറ് പറയുന്ന വെച്ചാൽ ചൈനയെ ഒരുപാട് അമേരിക്കയുടെ ഭാഗത്ത്, കാരണം പണ്ട് ബൈഡൻ ആയിരുന്നു ഈസി ആയിരുന്നു, കാരണം ആ ചോദിക്കാനും പറയുന്ന ആരും ഇല്ല, ആർക്കും എന്തും കൊണ്ടുവരാം. ഇപ്പൊ അമേരിക്ക വന്ന ശേഷം അമേരിക്കയുടെ ഒരു പെട്രോളിംഗ് ഉണ്ടല്ലോ അല്ലെ സാർ? എന്നാലാവോ അത് അമേരിക്കയുടെ മാത്രമൊന്നുമല്ല, ചൈന അവരെ സഹായിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നേ ഉള്ളൂ. അത് വേണമെങ്കിൽ ചൈന പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പോർട്ടിൽ നിന്ന് സാധനം കൊണ്ടുപോയിക്കോ, കൊണ്ടുപോയി അവിടെ എത്തുകയോ എത്താതിരിക്കുകയൊക്കെ നിങ്ങളുടെ കാര്യം. ഒരു കാര്യം മനസ്സിലാക്കണം, ചൈനയും ഇസ്രായേലും തമ്മിൽ പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ലോകത്ത് അറിയപ്പെടുന്ന കാര്യമാണ് ചൈനീസ് ജൂ. അവർ വളരെ ആക്റ്റീവ്. അതായത് അവര് എന്താണ് സാർ അവരുടെ ബാക്ക്ഗ്രൗണ്ട്? എവിടെ നിന്നാണ് ഈ ചൈനീസ് ജൂ എന്ന് പറയുന്ന അവരുടെ? ഇപ്പൊ എത്യോപ്യൻ ജൂ, അതായത് ബീറ്റ ജൂ, ആൾക്കാരുണ്ട്. ഈ ഇസ്രായേലിൽ വരുന്ന ഈ കറുത്ത ഉറക്കാനായ ജൂ എന്ന് പറയുന്നത് എത്യോപ്യനാ. അതിന് ബീറ്റ ജൂ എന്നാ പറയുന്നത്. അതെ, പ്രസൻസ് ഉണ്ട്. അപ്പം ഈ ചൈനീസ് ജൂ എന്ന് പറയുന്നത് സത്യമുള്ള കാര്യമാണ്. അവര് വലിയ ബിസിനസ്സുകാരാ. അപ്പം ഇപ്പം ചൈനയെ സ്വാധീനിക്കാൻ ഇസ്രായേലിന് കഴിയും. കാരണം ഇസ്രായേലിനെ കഴിയും. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം കൂടെ നിൽക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് ഇറാൻ ഡ്രൈ ആയി. ഇറാൻ അപ്പം സാമ്പത്തികമായിട്ടും ഫിനാൻഷ്യലി ലോജിസ്റ്റിക് സപ്പോർട്ട്, അതായത് ആംസും ആമിനേഷൻസും ശ്രദ്ധിച്ചു നോക്കുക. എപ്പോഴും ബഹളം ഉണ്ടായിക്കൊണ്ടിരുന്ന ഊത്തി എവിടെ പോയി? അത് സൂയസ് കനാല് കംപ്ലീറ്റ് ഓപ്പൺ ഓപ്പറേഷനിലാ. അവര് എവിടെ പിടിക്കുന്നു? ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. 2 ദിവസം മുമ്പ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻട്രസ്റ്റിങ്. ഒരിക്കലും അവർ പറയുന്നത്, ഒരിക്കലും ഹമാസോ ഇതേപോലെയുള്ള തീവ്രവാദ സംഘടനകൾ പൂർണ്ണമായിട്ടും തീരില്ല. ഓക്കെ, അപ്പം അതിനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം, അതായത് അതിനെ കൺട്രോൾ ചെയ്യണം, ഡീല് ചെയ്യണം, അത് ഇസ്രായേലിന്റെ ജോലിയായിരിക്കും. അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് ഈ പറഞ്ഞ പോയിന്റിലേക്കാണ് എനിക്ക് മനസ്സിലാവും നമ്മൾ പറഞ്ഞു വരുന്നത് സാറേ. ഇപ്പോൾ എനിവേ ഇത് എപ്പോഴും ഉണ്ടായിരിക്കും. ഊതി ഹമാസും ആസ്മങ്ങാസ് അവരുടെ പ്രൊപ്പഗൻഡ ആളുണ്ടായിരിക്കും. പക്ഷെ ഇസ്രായേൽ ഈ പറഞ്ഞ സ്ട്രാറ്റജി മാറ്റി പിടിച്ചിരിക്കുകയാണ്. അതായത് ബോംബ് ഇട്ടുകൊണ്ടൊന്നും ഇത് തീരാൻ പോകുന്നില്ല. സാമ്പത്തികമായിട്ട് സഹായങ്ങൾ, ലോജിസ്റ്റിക്സ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുക, ടെക്നോളജി കാരണം മിസൈൽ ടെക്നോളജി എന്ന് പറയുന്നത് ചില്ലറയാണ്. ഗ്രഹം ഈ ഊതികളുടെ അത്യാവശ്യം നല്ല മിസൈൽസ് ഉണ്ട്, സെൻഡ് ചെയ്യാൻ അവർക്ക്. അല്ല, അതെന്റെ ഇറാന്റെ ബേസിക്കലി അവര് മിസൈൽസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇതന്നെ ഇറാൻ ഷെയർ ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇറാൻ. അപ്പം ഇറാന് അതാ നേരത്തെ മിഥുൻ പറഞ്ഞത്,
ഈ സിറിയ പോയത് കയ്യിൽ നിന്ന് പോയതാണ് ഇവർക്ക് അടിയായത്. അതായത് അവിടുത്തെ പെട്രോളിംഗ് മുതൽ അൽ സഹാറ അയാൾക്ക് പല രീതിയിലുള്ള സപ്പോർട്ട് അമേരിക്ക മറ്റുള്ള അറബ് രാജ്യങ്ങളും കൊടുക്കുന്നുണ്ട്. ഇനി തിരിച്ച് ഇത് കയറി വരരുത്, അതിനുവേണ്ടി എല്ലാ രീതിയിലും തടയും. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രൗണ്ടിൽ പോകുന്ന റൂട്ടുണ്ട്, അതായത് പാലങ്ങളും ഒക്കെ വെച്ച് അവിടെയെല്ലാം ഇസ്രായേൽ കൊണ്ട് ബോംബ് ചെയ്തു. ഈ പാലങ്ങൾ തിരിച്ചു പണിയാൻ സമയമെടുക്കും. എങ്ങനെയെങ്കിലും പണിയാൻ തുടക്കിയാൽ വീണ്ടും അതിൻ്റെ വേണ്ടി കുറി ബോംബ് ചെയ്യും. അതായത് റോഡുകളെല്ലാം നാശമായി കാണും. ഇനി ഇവർക്ക് നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്, ഇനി ഈ പറയുന്ന സാധനങ്ങൾ ഈ ലോജിസ്റ്റിക്സ് റൂട്ട് എക്സ്പെൻസീവ് ആയി മാറിയെങ്കിൽ ഇപ്പൊ ഫൈനാൻഷ്യലി ഇൻഫ്ലേഷൻ ഹൈ ആണ് കയറാനുള്ള കയ്യിലേക്ക് വീണ്ടും കടന്നു വരാം. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല സാറേ, അല്ലേ നമ്മൾ പറയുന്നത്? എനിക്ക് പറയുന്നത് ഇറാന്റെ പ്രോക്സീസ് എന്ന് പറയുന്നത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഏകദേശം 100 ബില്യൺ ഇറാന് സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത പ്രോക്സിയാണ്. അതാണ് ഇറാൻ്റെ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇത്രയും പ്രോക്സീസിനെ ഉണ്ടാക്കിയിട്ട് ഇറാൻ എന്ത് നേട്ടമാണ് കിട്ടിയത്? ഇസ്രായേൽ അറ്റാക്ക് ചെയ്തപ്പോൾ ഇവർ ഏത് പോയി ആ സമയത്ത്? ഈ പ്രോക്സീസിനെ എന്തിനാണ് ഉണ്ടാക്കിയത്? ഏതെങ്കിലും രാജ്യവും അറ്റാക്ക് ചെയ്യാൻ വരുമ്പം ഈ പ്രോക്സീസാണ് ഫ്രണ്ട് ലൈനിൽ നിന്ന് ഫയർ ചെയ്യുന്നത്. അത് സക്സസ്ഫുൾ ആയിരുന്നു സൗദിയിൽ. സൗദിക്കെതിരെ ഹൂത്തികൾ കളിച്ചപ്പോൾ ഇറാന്റെ പ്രോക്സി അല്ലേ ഹൂത്തി മിസൈൽ വിട്ട് കഴിച്ചപ്പോൾ സൗദി പോയി വീണു. സത്യം എന്ത് ആണോ? അപ്പൊ ആ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാനും അതേപോലെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിച്ചത്. പക്ഷെ വളരെ സ്ട്രാറ്റജിക് ഗെയിമായിട്ട് ഇസ്രായേൽ ഓരോ പ്രോക്സീസിനെ അങ്ങ് തകർത്തു. ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഹൂത്തി ആണെങ്കിലും ഇറാഖിലുള്ള വേറെ 2-3 പ്രോക്സികൾ, ജോർദാൻ്റെ അടുത്തുള്ള പ്രോക്സികൾ, ഇതിനെ മുഴുവൻ അങ്ങ് തകർത്തു. ഇതായത് അപ്പം ഇസ്രായേൽ പറയുന്നൊരു കാര്യമാണ്, ഒരു കാരണവശാലും ഇതേപോലെ പ്രോക്സികൾ ഇനിയും വളരാൻ സമ്മതിക്കില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പറയേണ്ട. അപ്പം ഇതിനകത്ത് ഞാൻ കാണുന്നൊരു സംഭവം, അതെ, ഞാൻ കാണുന്നത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പം അമേരിക്കയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി നമ്മൾ ഈ പാക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഈ ടെറർ അറ്റാക്ക് ചെയ്തിരുന്നുവെങ്കിൽ ബേസിക്കലി അത് പാകിസ്ഥാന്റെ പ്രോക്സി ആണല്ലോ ഈ ടെറർ. ജെയ്ഷെ മുഹമ്മദ് ആണെങ്കിൽ ഇതിനെ നമ്മൾ ഒരു ബോംബിങ്ങിലല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ അമേരിക്ക സമ്മതിച്ചേനെ. എനിക്ക് ഒരുപക്ഷെ അതിനോട് സ്ലൈറ്റ് വിയോജിപ്പുണ്ട് സാറേ പോയിന്റ് പറയുന്നു. കാരണം ഞാൻ എന്ത് വിയോജിപ്പ് കുറിക്കുമ്പോൾ വെച്ചാൽ ഒരു കാര്യം ഒന്ന് വ്യക്തമായി അമേരിക്കയ്ക്ക് എപ്പോഴും തിരിക്കാവുന്ന ഒരു സംഘടനയാണ് ISI എന്ന് പറയുന്നതും ജെയ്ഷെ എന്ന് പറയുന്നതും പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവര് ഇപ്പൊ നമ്മളിപ്പം ഇന്ത്യൻ ചിന്തിക്കുന്ന മുമ്പ് പറഞ്ഞാണ്, ഇന്ത്യൻ ചിന്തിക്കും നമ്മൾ സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇന്ത്യക്കാർ. നമുക്കെന്ന് പറയുന്നത് നമ്മളാരും ആക്രമിക്കാൻ വരാതിരിക്കുക, ബാധ്യത ദേവിയോ പോവ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു കൺസെപ്ഷനാണ് ഇന്ത്യൻ കൺസെപ്ഷൻ. അങ്ങനെ ആരും ആക്രമിക്കാൻ വെറുതെ കാര്യമില്ല. അമേരിക്കൻ കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഭരിക്കുക, ഡൊമിനേറ്റ് ചെയ്യുക. അതാണ് ഇവിടെ നിന്നുള്ള പെൻറ്റഗൺ അല്ലെങ്കിൽ വൈറ്റ് ഹൗസ്. അതിനുവേണ്ടി അവർ ഏത് എക്സ്റ്റെൻഡ് വരെ പോകും. അപ്പൊ ഇന്ത്യ ഒന്ന് പറയുകയാണ് നിങ്ങൾക്ക് ISI തീർക്കണം, ജെയ്ഷെ നിങ്ങൾക്ക് വലിയ തലവേദനയാണെന്ന് പറഞ്ഞാൽ അമേരിക്ക ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം, യു ടേക്ക് യുവർ. അല്ലല്ല, അങ്ങനെ അതല്ല. ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം. ഇന്ത്യ പറഞ്ഞിട്ടുള്ള എല്ലാ ടെറർ ഓർഗനൈസേഷനെ അമേരിക്ക ബാൻ ചെയ്തിട്ടുണ്ട്. ഈ TTF ഉൾപ്പെടെ എല്ലാവരെയും. അത് ആദ്യം മനസ്സിലാക്കണം. ശരിയാണ്, അത് ഫൈനാൻഷ്യലി ഹെൽപ്പ് കൊടുക്കാൻ പറ്റില്ല. ആ ഫൈനാൻഷ്യൽ ലോജിസ്റ്റിക്കിന് വലിയ പാടാ പിന്നെ ഹെൽപ്പ് ചെയ്ത്. അല്ല, ചൈന നമ്മൾ എപ്പോഴൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ല. ചൈന എപ്പോഴും പറഞ്ഞ ഹ്യൂമനിറ്റേറിയനും ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നൊക്കെയാണ് പറഞ്ഞത്. നീ പറഞ്ഞ പോയിന്റിനെ ഞാൻ ഖണ്ഡിക്കുക. അപ്പൊ TTF ആണെങ്കിൽ ഈ ജെയ്ഷെ മുഹമ്മദിനെയൊക്കെ അതിനെ ബാൻഡ് ഓർഗനൈസേഷൻ ആക്കിയത് അമേരിക്കയാണ്. ഓക്കെ, അതുകൊണ്ട് പാകിസ്ഥാന് അവർക്ക് പബ്ലിക്കിന്റെ മുമ്പിലൊന്നും ഇന്റർനാഷണൽ ഫോറത്തിലൊന്നും ഈ ഓർഗനൈസേഷനെ പറ്റി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരും പേരിന് പോലും ഇതിനെ പല ആൾക്കാരെയും പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടേക്കുന്നത്. ഓക്കെ, പക്ഷെ ബേസിക്കലി ഇന്ത്യക്ക് ഈ ഫാൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില
തെറ്റുകളുണ്ടായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഡൽഹിയാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കും പാകിസ്ഥാൻ്റെ ഹാൻഡ് ഉണ്ട്. പക്ഷെ അത് ഉണ്ട്. പക്ഷെ അത് പ്രൂവൻ ട്രാക്ക് വേണം. കാരണം നമ്മൾ പ്രൂവ് ചെയ്യണം. മനസ്സിലായി? കാരണം നമ്മൾ ബോംബെ അറ്റാക്ക് പ്രൂവ് ചെയ്തു. ഇവരെല്ലാം പാകിസ്ഥാനിൽ നിന്ന് വന്നാണ്, ഇവർക്ക് ലോജിസ്റ്റിക്സ് എല്ലാ സപ്പോർട്ടും ഇട്ട് പാകിസ്ഥാൻ ബ്രെയിൻഡാണ്. പക്ഷെ ഫാൽഗാമിന് അതേപോലെ നമുക്കത് അതിന് സമയം എടുക്കുന്നത് ഇത് പെട്ടെന്ന് പറ്റത്തൊന്നുമില്ല. ഒരു 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 സംഭവം ഉണ്ടായി, അതിന് തിരിച്ച് ഇപ്പം ഡൽഹി അറ്റാക്കിൻ്റെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒക്കെ പറയുന്നത് ഇതിൻ്റെ പുറകിൽ പാകിസ്ഥാനുണ്ട്. പക്ഷെ കാശ്മീരിനെ ആണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ പാകിസ്ഥാനാണെന്ന് പറഞ്ഞു. ഇവിടെയാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇത്, അതായത് ഒരു അറ്റാക്ക് നടന്നു, അതിനൊരു പ്രൂവൻ ട്രാക്ക്, ഒരു പ്രൂവൻ എവിഡൻസ് വേണം ഗ്ലോബലി. നമുക്കറിയാം ഒരാൾ ഇപ്പം നേരത്തെ ഈ ബോംബെ അറ്റാക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡോസിയർ കൊടുത്തു പാകിസ്ഥാൻ. ആരൊക്കെയാണ് എന്തൊക്കെയാണ് ഇവർ തെറ്റ് ചെയ്തിരിക്കുന്നത്, ഇത്ര ആൾക്കാരുടെ പേരിൽ. ഇത് അതാണ് ഞാൻ എടുത്തു ചാടി പലതും ചെയ്യുന്ന വളരെ സൂക്ഷിച്ച് വേണം. ഞാൻ പറഞ്ഞു വരാം. ഒരു കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക അതിൻ്റെ അകത്ത്. ഓക്കെ, നമ്മുടെ ഏകദേശം 26-28 പേരാണ് ഫാൽഗാമിൽ കൊല്ലപ്പെട്ടത്. ഗ്രേറ്റ്. അതെ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏകദേശം 1200 പേരാണ് കൊല്ലപ്പെട്ടത്. ഗ്രേറ്റ്. ഇസ്രായേല് ഹമാസ് അറ്റാക്കിന് ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും അവിടെ വന്നു. ബൈഡൻ വന്നു, കീറ്റ് സ്റ്റാമർ വന്നു, ഇമാനുവേൽ മാക്രോൺ വന്നു, ജർമ്മൻ, ഇവരെല്ലാവരും ലോകത്ത് ഏത് രാജ്യം അവിടെ വരാതിരുന്നത്? ഇല്ലാതിരുന്നത്. എൻ്റെ ചോദ്യം പ്രിസൈസാണ്. എല്ലാവരും ഊവനാണ് ബേസിക്കലി. നമ്മൾ അതേപോലെ പാകിസ്ഥാനെ പലയിടത്തും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആക്രമണത്തിന്റെ പുറകിലും പാകിസ്ഥാനാണ്. അതെ, പക്ഷെ അതിന് ഈ പറയുന്ന പോലെ നമുക്ക് ഈ പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഗ്ലോബലി പല ഫോറങ്ങളിലും കഴിഞ്ഞിട്ടില്ല. കാരണം ചൈന, മനസ്സിലായോ? ചൈന. പക്ഷെ ഫൈനൽ റൗണ്ടിലൊക്കെ അവസാനം ചൈനയും അംഗീകരിക്കേണ്ടി വന്നു, ഇതെല്ലാം ടെറർ ഓർഗനൈസേഷനാണ്. ഇന്ന് മനസ്സിലാക്കേണ്ട, ഹമാസിനെ ഇന്ത്യ ബാൻ ചെയ്തിട്ടില്ല, മുസ്ലിം ബ്രദർഹുഡിനെ ഇന്ത്യ ബാൻ ചെയ്തിട്ടില്ല. ഇതൊക്കെ അമേരിക്ക പറഞ്ഞിട്ട് നമ്മളിവിടെ ബാൻ ചെയ്തിട്ടില്ല. ബാൻ ചെയ്തിട്ടില്ല ഇന്ത്യ. ബാൻ ചെയ്തിട്ടില്ല, ഇന്ത്യ ബാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ത്യ ഹമാസ് ഇത്ര ആരാധകരുള്ളത്. അതുകൊണ്ടില്ല ഹമാസിന്റെ ആള് ഖത്തറിൽ നിന്ന് ഇവിടെ പ്രസംഗിച്ച് കഴിയുമ്പോൾ അവിടെ ആർക്കെതിരെ നടപടി എടുക്കാൻ പറ്റുന്നില്ല. കാരണം ബാൻ ചെയ്തിട്ടില്ല. അവർക്ക് വിസ കൊടുക്കത്തില്ല, പക്ഷെ ബാൻ ചെയ്തിട്ടില്ല. ഇവിടെ ഞാൻ പറയുന്നത്, നമ്മൾ ഈ ഒരു നല്ല ട്രാക്കിലാണ് മോദി വന്ന ശേഷം പോയത്. അത് ഇന്ത്യക്കെതിരെയുള്ള ഗ്ലോബലായിട്ടുള്ള റാഡിക്കൽ ഇസ്ലാമിന്റെ ടെററിസം. കാശ്മീരാണെങ്കിൽ മറ്റ് പല ഇഷ്യൂവായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വെരി വെൽ നമ്മൾ ശരിക്കും ആർട്ടിക്കുലേറ്റ് ചെയ്ത് ഗ്ലോബലിസം എന്ന് പ്രസന്റ് ചെയ്തു. പക്ഷെ അതിന് സമയമെടുക്കും. അതെ, മനസ്സിലായി. അതിനൊരു ചെറിയ സമയമെടുക്കും. കാരണം എന്നാ ഫാൽഗാം എന്ന് പറയുന്നതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടൈം. അപ്പം അറ്റാക്കിന് ശേഷമല്ല എസ് പിമാര് പോകേണ്ടത്, അറ്റാക്കിന് മുമ്പ്. നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ നയം പാളിതാണ് സാറ്. അത് ആ പാളിപ്പോയി. കാരണം അറ്റാക്ക് കഴിഞ്ഞിട്ടല്ല പോകേണ്ടത്, അറ്റാക്കിന് മുമ്പേ പോയി എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പം ഇതിന് സാറ് പറഞ്ഞ നമുക്കൊരു വോക്കൽ ലീഡർ ഇല്ലെന്നാണ് പറഞ്ഞത് ഈ ഒരു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ. അതുകൊണ്ട് അവരുടെ ശശി തരൂരിനെ അവരെയൊക്കെ വിളിച്ചുകൊണ്ട് പല ജോയിന്റ് MPs വിട്ട്. കാരണം ബേസിക്കലി അത് ഫ്ലോപ്പായി പോയി. അതിൻ്റെ പേരിൽ അറബ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെ ഈ പറയുന്ന ടാരിഫും ഈ റഷ്യൻ ക്രൂഡും എല്ലാം നമ്മുടെ തല ഒരുമിച്ച് കയറി.
ഞാൻ അറിഞ്ഞെടുത്തോളം, അമേരിക്കൻ പത്രങ്ങൾ വായിച്ചെടുത്തോളം, ഈ ഫാൽഗാമിന് ഓപ്പറേഷൻ സിന്ധുവിന് മുമ്പ് ജയശങ്കർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മാർക്ക് റൂബിയോട് സംസാരിച്ചു, പിന്നീട് JD വാൻസുമായിട്ട് സംസാരിച്ചു. ഇത് വാൾ സ്ട്രീറ്റ് ജേണലാണ് പറയുന്നത്. ആ സമയത്ത് അമേരിക്ക പറഞ്ഞു ഇത് കറക്റ്റ് ടൈം അല്ല. അതായത് ഇസ്രയേൽ ഇറാൻ വാർ നടക്കുകയാണ്, റഷ്യ ഉക്രൈൻ വാർ നടക്കുകയാണ്, ഞങ്ങൾക്ക് ഇത് ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. ഇതുണ്ടായ സംഭവം ടോക്സ് ആയത്. അതെ, കാരണം 2 ഗ്ലോബലായിട്ട് വലിയ വാർ നടക്കുക. അതെ, കാരണം ബേസിക്കലി ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് നടക്കുമ്പോഴും ഇന്ത്യ കയറി അറ്റാക്ക് ചെയ്യുമ്പോഴും ഇതിനകത്ത് ലോജിസ്റ്റിക്കലായിട്ടുള്ള പല അഡ്വൈസ് വേണം. ഓക്കെ, ഇപ്പൊ കാർഗിലിനകത്ത് ഇന്ത്യക്ക് കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്തിരുന്ന ഇസ്രായേലായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന മാറ്റർ. എല്ലാ ഇന്ത്യൻ ഇപ്പം മിറാഷില് ഈ കാർഗിലില് പലയിടത്തും കൊണ്ട് ബോംബ് ചെയ്യാൻ സഹായിച്ച് ഇസ്രായേലിൽ നിന്ന് എഞ്ചിനീയേഴ്സ് വന്നിട്ടാണ് മിറാഷിൻ്റെ അകത്ത് ജുഗാഡ് എന്ന് ഹിന്ദി പറയത്തില്ലേ, ബോംബെല്ലാം കൂടെ വെച്ചോണ്ട് അവിടെ ഡ്രോപ്പ് ചെയ്യുന്നത്. നമുക്ക് അതിനകത്ത് ഗ്ലോബൽ പത്രങ്ങൾ പറയുന്നത് ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസും ഇന്ത്യൻ ഇന്റലിജൻസും പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ചൈനീസ് എയർക്രാഫ്റ്റിൻ്റെ അകത്തെ അവരുപയോഗിക്കുന്ന PL-15 എന്ന് പറയുന്ന എയർ ടു എയർ മിസൈലിനെ പറ്റി പ്രോപ്പറായിട്ട് അറിയത്തില്ലായിരുന്നു. അവരുടെ ധാരണ റേഞ്ച് എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിന് 200-300 കിലോമീറ്റർ നമുക്കറിയത്തില്ലായിരുന്നു. അതാ പറഞ്ഞ അമേരിക്കയുടെ കാരണം ഇസ്രായേൽ കംപ്ലീറ്റ് അവിടെ എൻഗേജ്ഡ്. റഷ്യ ആണെങ്കിൽ പൂർണ്ണമായിട്ട് ഉക്രൈനിൽ എൻഗേജ്ഡ്. ഞാനീ പറയുന്ന ആ സ്ട്രാറ്റജി നോക്കാം. ഇസ്രായേലിലെ ആ ഒരു സമയത്താണ് അമേരിക്ക പറയുന്നത് ഇപ്പോഴും വാറിന് പോകരുത്, കാരണം എല്ലാ രീതിയിലും സഹായിക്കുന്ന ഒരു ഹാൻഡ് വേണ്ട, പുറത്തുനിന്നൊരു സഹായം വേണം. കാരണം പാകിസ്ഥാനെ പുറത്തുനിന്ന് സഹായിക്കാൻ ചൈനയുമുണ്ട്, ടർക്കിയുമുണ്ട്. ഈ സമയം അസർബൈജാനൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് ഇന്ത്യയെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഹാൻഡില്ലായിരുന്നു. അത് സെറ്റ് ബാക്ക് തന്നെയാണ് ബേസിക്കലി. അതുകൊണ്ടാണ് ഞാനൊക്കെ പറയുന്നത്, ഇപ്പം ഇന്ത്യ പോയി പലയിടത്തും കൊണ്ട് ബോംബ് ചെയ്തു. ഒരു ബോംബിലോ 2 ബോംബിലോ 5 ബോംബിലോ തീരുന്നൊന്നും അല്ല ടെററിസ്റ്റ്. അതിനെതിരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്രീക്വൻ്റ് ആയിട്ടുള്ള അറ്റാക്ക് വേണം. റീഗ്രൂപ്പിംഗ് പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല. വെൽ ഇന്റലിജൻസ് ഇൻപുട്ട് വേണം. എങ്ങനെയാണ് ഇസ്രായേൽ ചെയ്യുന്നതാണ് നമുക്ക് കാണാപ്പാടെ പഠിക്കേണ്ടത്. എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്? റിയൽ ടൈം ഡയറക്റ്റ് പ്രൊസഷൻ ആയിരിക്കാം ടെക്നോളജി. ഇന്റൽ ഗ്യാതറിങ് വേണം. ഈ സംഭവം 3 മിസൈലിന്റെ രീതി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വളരെ സിമ്പിളായി മനസ്സിലാക്കിയതാണ്. അവരിപ്പോൾ പഠിച്ചു. അവരും ഇതും പ്രശ്നം എന്ന് വെച്ചാൽ അവരും 3 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പഠിച്ചിരിക്കുന്നത്. അതിലോട്ട് ഞാൻ വരുന്ന മിഥുൻ, ഒരു വാർ എന്ന് പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ രാവിലെ കയറി എല്ലാം മാറിയുന്നേ. ഇപ്പൊ ഇസ്രായേല് ഹമാസുമായിട്ടുള്ള വാറില് ഗാസ പിടിച്ചെടുക്കാൻ ഗ്രൗണ്ട് ഒഫൻസീവ് പോകുന്നതിന് മുമ്പ് ഇസ്രായേൽ 1.5 മാസത്തെ തയ്യാറെടുപ്പെടുത്തു. കാരണം ഒരു കാരണവശാലും ഹമാസ് അകത്തോട്ട് കയറരുത്. അതിനുവേണ്ടി അവർ മുഴുവനും അവിടെ അവർക്ക് സാധ്യതയുള്ള എല്ലായിടത്തും മൈൻ വെച്ചു. അതേപോലെ വലിയ ഗണ്ണുകൾ വെച്ചു. എന്നിട്ട് 2 ആഴ്ച 3 ആഴ്ച വെച്ച് ട്രെയിനിങ് കൊടുത്തു. കാരണം അർബൻ വാർഫെയർ ആണ് കാരണം ജനങ്ങൾ താമസിക്കുന്നിടത്തോട്ട് പട്ടാളം കയറാൻ പോവുക. ഗ്രൗണ്ട് ഒഫൻസീവ് ആണ്. ഈ ഒരു തയ്യാറെടുപ്പൊക്കെ അവർ ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. 1.5 മാസത്തെ പാടായിട്ടുള്ളത്. എന്നിട്ടും അവർ പറയുന്നത് അവർ വാറിൻ്റെ അകത്ത് സക്സസ്ഫുൾ ആകാൻ തുടങ്ങിയത് 4 മാസത്തിന് ശേഷമാണ്.
കാരണം അപ്പോഴാണ് അവര് ജെൻഡ് ചെയ്യുന്നത്. അർബൻ വാർഫെയർ എന്ന് പറയുന്നത് കൺവെൻഷണൽ വാർഫെയർ അല്ല ശരിക്കും. കാരണം ചെറിയ ചെറിയ റോഡുകൾ, അപ്പുറത്തും ഇപ്പുറത്തും ജനങ്ങൾ, ബിൽഡിങ്ങുകൾ, അതിൻ്റെ ഇടയ്ക്കൂടെ എങ്ങനെ പോകും? അവർക്ക് സുപ്പീരിയർ ആയിട്ടുള്ള സപ്പോർട്ടുണ്ട്. ഹമാസ് എടുക്കുന്ന വാർഫെയർ ഗറില്ല വാർഫെയർ. ടെക്നോളജി ഉണ്ട്. ഹമാസ് ഹ്യൂമൻ ഷീൽഡിനെ ഉപയോഗിക്കും. ടണലാണ് അവരുടെ മറ്റൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ആദ്യമല്ല, ചിലപ്പം ഈ നമ്മുടെ ഈ 21ാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ടാണ് ടണൽ വാർഫെയർ എന്തുവാണ് ഹമാസ് കാണിച്ചു തരുന്നത്. അയ്യോ, ആലോചിച്ച് നോക്ക്, ടണൽ വാർഫെയർ അത്. വലിയ ചെറിയ ടണലല്ല, നെറ്റ്വർക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഇപ്പൊ എത്ര മാസങ്ങളായി ഒരു 200 പേര് കിടക്കുന്നു. അവർക്ക് താമസിക്കാം, ഉറങ്ങാം, എല്ലാം വായു കിട്ടുന്നുണ്ട്, എല്ലാം പഠിക്കേണ്ടതാണ്. അതാ ഏതായാലും എനിവേ, ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇസ്രായേലിൻ്റെ ഒരു വരവെന്ന് പറയുന്ന ഗ്ലോബലായിട്ടുള്ള ടെററിസം ഇത് ഇന്ത്യ നല്ലത് തന്നെയാണ്. കാരണം ആ ഒരു ടെറർ ഐഡിയോളജിയിൽ പോകുന്ന വലിയൊരു ഗ്രൂപ്പുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുണ്ട്. അപ്പം അവരെ പൂർണ്ണമായിട്ടും ഡിസപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്നവരുടെ ആൾ കുറയും. എനിവേ, താങ്ക് യു വെരി മച്ച്.